ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രാഡേ ട്രേഡിങ്ങിലെ നമ്മുടെ ഓവർ കോൺഫിഡൻസിനെ പറ്റിയിട്ടാണ്. ഓവർ കോൺഫിഡൻസ് നമ്മുടെ ട്രേഡിങ്ങിനെ എങ്ങനെ ബാധിക്കും, ഇൻട്രാഡേ ട്രേഡിങ്ങിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. ഇൻട്രാഡേ ട്രേഡ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ഒരു ട്രാപ്പിൽ എല്ലാവരും വീഴാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാപ്പിൽ പെടാതിരിക്കുകയും നമ്മൾ ഇൻട്രാഡേയിൽ സക്സസ്ഫുൾ ആവാനും പറ്റും. അപ്പോൾ അതെന്താണെന്നാണ് ഇപ്പം പറയാൻ പോകുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടൊരു ട്രേഡർ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ട്രേഡിങ്ങിലേക്ക് കടക്കുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് ഇൻട്രാഡേ ട്രേഡിങ്ങിലേക്ക് കടക്കുമ്പോഴത്തേക്കും നമ്മളൊരു ട്രേഡ് എടുത്തു, ഒന്നുകിൽ ആ ഒരു ട്രേഡ് നമ്മൾ ബൈ ആണെങ്കിൽ സെല്ലാണെങ്കിൽ എത്തുക. ഒന്നുകിൽ രണ്ട് പോസിബിലിറ്റി മാത്രമേ അവിടെ ഉള്ളൂ. ഒന്നുകിൽ ആ ട്രേഡ് നമുക്ക് അനുകൂലമായിട്ട് പോകും, അല്ലാന്നുണ്ടെങ്കിൽ ആ ട്രേഡ് നമുക്ക് പ്രതികൂലമായിട്ട് പോകും. അല്ല, ആ ഒരു ട്രേഡ് നമ്മൾ എടുത്ത വിലയിൽ തന്നെ നിൽക്കുന്നത് വളരെ കുറച്ച് സമയങ്ങളിൽ മാത്രമായിരിക്കും. ആ ഒരു കേസിൽ നമുക്ക് ലാഭമോ നഷ്ടമോ ഉണ്ടാവില്ല. അത് നമുക്ക് ഇമ്പോർട്ടൻറ്റും അല്ല. അപ്പോൾ ആകെ മൊത്തം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്, രണ്ട് ഔട്ട്കം മാത്രമേ ഉള്ളൂ. നമ്മുടെ കാൽക്കുലേഷൻ ശരിയായത് കൊണ്ട് മാത്രമാവണം എന്നില്ല ആ ഒരു ട്രേഡ് പ്രോഫിറ്റബിൾ ആയത്. നമ്മുടെ കാൽക്കുലേഷൻ തെറ്റിയാലും ചിലപ്പോൾ ഭാഗ്യത്തിൻ്റെ ബേസിസിലും നമ്മുടെ ട്രേഡ് പ്രോഫിറ്റബിളിൽ എത്താനായിട്ട് വളരെയധികം സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ നേരത്തെ തന്നെ ആഘോഷം നടത്തുന്നത് വളരെ മണ്ടത്തരമായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തു, ആ ഒരു സ്ട്രാറ്റജി നമ്മൾ ഏർലി സക്സസ് വന്നു, ആ ഒരു സക്സസ് പിന്നും കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ചെയ്ത പ്ലാൻ കറക്റ്റായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ കാൽക്കുലേഷൻ കറക്റ്റായിരുന്നു എന്നുള്ള വിചാരം ഒരിക്കലും ഇൻട്രാഡേ ട്രേഡിങ്ങിൽ പാടില്ല. ട്രേഡ് പ്രോഫിറ്റബിളായി നമ്മൾ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രം ആ ഒരു ട്രേഡ് പ്രോഫിറ്റബിളാണ് എന്ന് നമ്മൾ കണക്ക് കൂട്ടുക. അല്ലാതെ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ ഓവർ കോൺഫിഡൻസ്, അത് കോൺഫിഡൻസ് തന്നെ ഇൻട്രാഡേയിൽ നല്ലതല്ല. കാരണം നമ്മൾക്ക് എപ്പോഴും നമ്മൾ ട്രേഡിങ്ങിൽ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ടത്തരങ്ങൾ കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നമ്മുടെ പൊസിഷൻ സൈസ് കൂട്ടും. കാരണം നമ്മളൊരു കാര്യത്തിൽ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 10,000 രൂപ ഉണ്ട്. നമ്മൾ സാധാരണ നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് നമ്മൾ 1000 രൂപയായിരിക്കും ട്രേഡിന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രേഡ് സക്സസ് ആവും എന്നുള്ള കാര്യം നമുക്ക് കോൺഫിഡൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ 1000 എന്നുള്ളതിന് പകരം 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ പറയുന്നത് ആ 10,000 രൂപയ്ക്ക് റിട്ടേൺ കിട്ടുമല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ 1000 രൂപയിൽ സന്തോഷിക്കുന്നത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് എപ്പോഴും ഇൻട്രാഡേ ട്രേഡിങ്ങിനെ ബാധിക്കാറുണ്ട്. മാർക്കറ്റ് എപ്പോഴും ഡൈനാമിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ നേരത്തെ കൂട്ടി നമുക്ക് ആഘോഷിക്കാനായിട്ട് നമുക്ക് ഇൻട്രാഡേയിൽ കഴിയാറില്ല. ഇൻട്രാഡേയിൽ മറ്റ് പല കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട്, ഫോർ എക്സാമ്പിൾ നമ്മുടെ മണി മാനേജ്മെൻറ്റ്, അതൊക്കെയാണ് നമ്മുടെ ഇൻട്രാഡേയിൽ നമുക്ക് പ്രോഫിറ്റബിലിറ്റി തരുന്നത്. നമ്മുടെ പ്രഡിക്ഷൻ പാർട്ടിനേക്കാളും കൂടുതലാണ് നമ്മുടെ മണി മാനേജ്മെൻറ്റിനും പൊസിഷൻ സൈസിങ്ങിനും, അതുപോലെ തന്നെ നമ്മുടെ ലോജിക്ക്, അതിൻ്റെ പിന്നിലുള്ള മറ്റ് ലോജിക്കുകളും ആണ് നമുക്ക് പ്രോഫിറ്റ് സാധാരണ തരാറുള്ളത്. അപ്പോൾ നമ്മൾ ഓവർ കോൺഫിഡൻസോ അല്ലെങ്കിൽ നോർമൽ കോൺഫിഡൻറ്റോ നമ്മുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ ആ മണി മാനേജ്മെൻറ്റ്, നമ്മുടെ പ്രോഫിറ്റ് തരുന്ന പാർട്ട് നമുക്ക് ഡിസേബിൾ ആവുകയും നമ്മുടെ ഗാംബ്ലിംഗ് പാർട്ട് മാത്രമേ ഇനേബിൾ ആവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ട്രേഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഓവർ കോൺഫിഡൻസ് എന്നുള്ള സംഭവത്തെ നേരത്തെ കൂടി തന്നെ നമ്മൾ ഒഴിവാക്കി പോവുക. നമ്മളൊരു റൂൾ സെറ്റ് ചെയ്യുക, നമ്മൾ അതിനുശേഷം നമ്മൾ റോബോട്ടിനെ പോലെ പ്രവർത്തിക്കുക, ലോജിക്കലായിട്ട് പ്രവർത്തിക്കുക. റോബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷൻ സൈസിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ റോബോട്ടിനെ പോലെ ചെയ്യുക. അതായത് നമ്മളിപ്പോൾ രാവിലെ 1000 ക്വാണ്ടിറ്റി എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വന്നു, പെട്ടെന്ന് മാർക്കറ്റിൽ കണ്ടപ്പോൾ നമുക്ക് എന്തൊക്കെയോ തോന്നുന്നു, എന്നിട്ട് നമുക്ക് ഇത് കുറേ കൂടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും 2000 എടുക്കാൻ പാടില്ല. എപ്പോഴും 1000 എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ 1000 തന്നെ എടുക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇമോഷൻസ് പാർട്ട് എന്ന് ഉദ്ദേശിച്ചത്. ബാക്കി നമ്മുടെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നതും പഠിക്കുന്നതും ഒക്കെ നമ്മൾ എപ്പോഴും ഇൻ്റലിജൻ്റായിട്ട് വേണം തിങ്ക് ചെയ്യാനും പ്രവർത്തിക്കാനും. അപ്പോൾ ഇതൊക്കെ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ സക്സസ്സിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അതിനകത്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക, ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പ്രോഫിറ്റ് മാർട്ടിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്കും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രോഫിറ്റ് മാർട്ട് എന്ന് പറയുമ്പോൾ ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറേജാണ്. അപ്പോൾ കുറച്ച് ബ്രോക്കറേജിൽ നമുക്ക് ട്രേഡ്സൊക്കെ എടുക്കാൻ പറ്റും എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിനകത്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്.